ഷാജിട്ടാ, നമ്മുടെ ആ- ആം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ 10 മണിക്ക് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ആഗോള അയ്യപ്പ സംഗമം. ഉം. അയ്യപ്പന് ആഗോളതലത്തിൽ ഭക്തന്മാരുണ്ട്. ആ ആഗോളതലത്തിലെ ഭക്തന്മാരെ എല്ലാവരെയും കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ട് പമ്പയിൽ ഇരുത്തി ഉം. അദ്ദേഹം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഉം. ഇതുവരെ ഇല്ലാത്ത അയ്യപ്പനോടുള്ള സ്നേഹം. ഉം. അപ്പൊ ഇദ്ദേഹം പറയുന്നു കോൺഗ്രസ്സുകാർക്ക്, അതായത് അതിൽ പങ്കെടുക്കാത്തവർക്ക് കപട ഭക്തിയില്ല, ഇദ്ദേഹത്തിനാണ് ഭക്തിയുള്ളതെന്ന്. ഭക്തിയുള്ളത്. അതെ, ഇദ്ദേഹത്തിന്റെ ഭക്തി, ശരിക്കുള്ള ഭക്തി എന്താണെന്ന് നാട്ടുകാർക്കൊക്കെ തന്നെ അറിയാം. അറിയാം. അപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിലവിളക്ക് കൊളുത്തി ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു. യോഗി ആദിത്യനാഥന്റെ ആശംസ വരെ വരുന്നു. ഉം. വാസവൻ അത് വായിക്കുന്നു. ആ. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഇതിന്റെ ഒരു വിചിത്രത എന്താന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ ഇങ്ങനെ ഈ കണ്ട സംഭവം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കടത്തുന്ന ഒരു എന്താ പറയാ, ഏറ്റവും അങ്ങേയറ്റം അസംബന്ധവും അശ്ലീലവുമായ ഒരു സംഭവമാണിത്. അപ്പൊ അതിനേക്കാൾ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താ സംഭവം എന്ന് പറഞ്ഞാല്, പിന്നെ സാഹിബദാസ് ഓർക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല. കോടിയേരി പിന്നെ അസുഖം കാരണം മരണപ്പെട്ടു. അതിനുശേഷം എം പി ഗോവിന്ദൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് വന്നു, പിന്നെ താൽക്കാലിക സെക്രട്ടറി ആയിട്ട് വന്നു. അതിനുശേഷം ഇയാൾ കണ്ണൂരിൽ നടന്നിരിക്കുന്ന അധ്യാപകരുടെ ഒരു സമ്മേളനം, ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നടത്തിയിരിക്കുന്ന ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ഈ പറയുന്ന ഗോവിന്ദൻ. അതിനകത്താണ് അയാൾ പറഞ്ഞിരിക്കുന്ന സാധനം എന്താ പറഞ്ഞാൽ, ഡയലക്ടിക്കൽ മെറ്റീരിയലിസം അഥവാ വൈരുദ്ധ്യാക്ഷിത ഭൗതികവാദം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും തന്നെ ഇന്ത്യയിൽ നടപ്പിലാക്കുക സാധ്യമല്ല. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം എന്ന് പറഞ്ഞാൽ, ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കേണ്ട ഒരു പാർട്ടി പരിപാടി, ഒരു മാർക്സിസ്റ്റ് പരിപാടിയല്ല അത്. അത് ഒരു ചരിത്രപരമായ ഒരു സംഭവത്തിന്റെ വീക്ഷണമാണ് സാധനം. അതിന്റെ പ്രാഥമിക ധാരണ പോലും അയാൾക്കില്ല. അതെന്തോ ആവട്ടെ. പക്ഷെ അന്ന് ഗോവിന്ദൻ ഇത്തരത്തിലുള്ള അങ്ങേയറ്റം മാർക്സിസ്റ്റ് വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ കേരളത്തിനകത്തെ എത്ര ആളുകൾ ശ്രദ്ധിച്ചു എന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ സത്യത്തിൽ അത് കേരളം ഗൗരവപരമായിട്ട് അന്ന് ചർച്ച ചെയ്യേണ്ട ഒന്നായിരുന്നു. ഇന്നാണ് നമുക്കത് മനസ്സിലാവുന്നത്. എന്ത് മനസ്സിലാവുന്നു? ഇന്ന് ഈ പറയുന്ന CPM എന്ന ഒരു പാർട്ടിയുടെ സെക്രട്ടറി അടക്കം ഈ അയ്യപ്പ സംഗമത്തിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നതിലൂടെ ഡയലക്ടിക്കൽ മെറ്റീരിയൽസം അല്ല വേണ്ടത്, അയ്യപ്പ സേവാ സംഘമാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു പൊതുബോധം, ഒരു പൊതു മനസ്സ്, അതായത് ഹിന്ദു ഓറിയന്റഡ് ആയിരിക്കും ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഗോവിന്ദൻ അന്നേ ആലോചിച്ചിരുന്നു എന്നാണ് നമ്മൾ ഇതിന്ന് മനസ്സിലാവുന്നത്. ഇത് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്തിനാണ് ഈ ഗോവിന്ദൻ ഈ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരിക്കുന്നത്? ഇതാണ് ഈസിയായിരിക്കുന്ന ചോദ്യം. ഇതാണ്. അപ്പൊ അതുവഴി ഫലത്തിൽ സംഭവിച്ച സംഗതി എന്തായിത്തീർന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കുന്ന ചില അടിസ്ഥാനപരമായ ചില ധാരണകളുണ്ട്. ഇപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന്. അയാൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അത് ചർച്ചയ്ക്ക് അയാൾ പറഞ്ഞതാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ തല്ലുകൊണ്ടവരാണെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പറയുന്ന മുഖ്യമന്ത്രിയും തമ്മിൽ എന്താണ് ബന്ധം? ഇയാളുടെ പാർട്ടിയിൽപ്പെട്ടിരിക്കുന്ന പോളിബ്യൂറോനകത്ത് കേരളത്തിൽ നിന്നുള്ള പോളിബ്യൂറോ മെമ്പർമാർ, അതോടൊപ്പം തന്നെ ഈ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ, അവർക്ക് വാസ്തവത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് എന്ത് ഐക്യദാർഢ്യമാണ് വാസ്തവത്തിൽ അവർക്കുള്ളത്? അത് മുഴുവൻ തന്നെ കൊള്ളക്കാരുടെ, തെമ്മാടികളുടെ, ലൈംഗിക അരാജകവാദികളുടെ, എന്തൊക്കെ ലെസ്ബിയൻസിന്റെ എന്ന് വേണ്ട സർവമാന തീവട്ടി കൊള്ളകളുടെ, കയ്യേറ്റക്കാരുടെ എന്ന് വേണ്ട ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സമസ്ത വൃത്തികേടുകളുടെയും അതൊരു വലിയ ഗ്യാങ്ങായി വാസ്തവത്തിൽ ഈ സാധനന്മാരാണ്. ഇത് വെറുതെ മാർക്സിസത്തിന്റെ ആളാണ് ഞങ്ങൾ വെറുതെ മാർക്സിനെ വാസ്തവത്തിൽ അപമാനിക്കരുത്. പക്ഷേ ഇത് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് MP ഗോവിന്ദൻ പബ്ലിക്കോട് വിശദീകരിക്കേണ്ടതുണ്ട്. ഈ ഡയലക്ടിക്കൽ മെറ്റീരിയൽസത്തിന് പകരം പാർട്ടി സാധാരണ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ്, ഇപ്പൊ തെരഞ്ഞെടുപ്പ് അതിന് പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം, ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടമാകുമ്പോൾ സാധാരണ പാർട്ടി ഒരു അടവ് നയം സ്വീകരിക്കും. അടവ് നയം ഉണ്ടാവും, അതുപോലെ ഒരു സ്ട്രാറ്റജിക്കൽ ലൈൻ ഉണ്ടാവും, ടാക്ടിക്കൽ ലൈൻ ഉണ്ടാവും. ഇപ്പൊ ഈ സ്ട്രാറ്റജിക്കൽ ലൈനും ടാക്ടിക്കൽ ലൈനും എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന അയ്യപ്പ സംഗമം നടത്തുക എന്ന ഒരു ടാക്ടിക്കൽ ലൈൻ എടുക്കുമ്പോൾ ഈ ടാക്ടിക്കൽ ലൈൻ മാർക്സിന്റെ ഏത് രീതിയെ, ഏത് ഡയലക്ടിക്കൽ മെറ്റീരിയൽസത്തിന്റെ ഏത് എന്താ പറയാ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ പറയുന്ന സ്ട്രാറ്റജി സ്വീകരിച്ചത്? ഇത് വാസ്തവത്തിൽ സത്യമായി കേരളത്തിലെ പൊതുജനങ്ങളോട് ഇവർ പറയേണ്ടതില്ലേ? മാർക്സിന്റെയും എംഗൽസിന്റെയും ഏത് വരികളിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരുടെ ഏത് വീക്ഷണകോണിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു മഹാ അസംബന്ധം കൊണ്ടുവന്ന് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതുപരിപാടി എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുന്നത്? ഇത് ഇവർ അവതരിപ്പിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് വെച്ചാണ് ഒരു കാര്യം വളരെ ഭംഗിയായ സംഗതി വരികയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു വളരെ ഉന്നതമായ ലീഡർഷിപ്പിനകത്ത് നിന്ന് അവർ എത്രയോ കാലമായി കൊണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. ഏകീകൃത ഹിന്ദു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. ഏകീകൃത ഹിന്ദു എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ശരിക്കും ഗോവിന്ദനും ഈ ഇതിനെ കൈക്കാരനായി വന്നിരിക്കുന്ന മുഖ്യമന്ത്രി കൈക്കാരനായി വന്നിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും അറിയേണ്ട കാര്യമുണ്ട്. ആലപ്പുഴയിലെ പട്ടണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് 1934 ഈ മാധവൻ നടത്തിയിരിക്കുന്ന തീയ ചെറുപ്പക്കാരുടെ യുവജന സമ്മേളനത്തിൽ ഈ മാധവൻ നടത്തിയിരിക്കുന്ന ഒരു ഉജ്ജ്വലമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗമാണ് പിന്നീട് സ്വതന്ത്ര സമുദായം എന്ന പേരിൽ പ്രസിദ്ധം ചെയ്യപ്പെട്ടിരിക്കുന്ന പുസ്തകമാണത്. ഇപ്പൊ മൈത്രി ബുക്സ് ആണ് ആ പുസ്തകം. അത് വീണ്ടും റീപ്രിന്റ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകം പൊതുവെ സാധനത്തിൽ കിട്ടാത്ത പുസ്തകമായിരുന്നു. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു സാധനമുണ്ട്, ഞങ്ങൾ ഹിന്ദു മതത്തിന്റെ ഭാഗമല്ല.
ഞങ്ങൾ ഹിന്ദു മതത്തിന്റെ ഭാഗമല്ല, ഞങ്ങൾ സ്വതന്ത്ര സമുദായമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നിട്ടാണ് ഈ പറയുന്ന പിന്നെ വലിയ മഹർഷിമാർ, മുനിമാർ, മുനിശ്രേഷ്ഠന്മാർ എന്നെല്ലാം പറയുന്നവരെല്ലാം തന്നെ ഈ മാതൃൻ പച്ചക്ക് കയറി കത്തിക്കുന്നുണ്ട്. അതിനകത്ത് പച്ചക്ക് കയറി കത്തിക്കുന്നുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകൾ, ഇവരുടെ ജീവിത രീതിയെ കുറിച്ചുണ്ടായിരിക്കുന്ന അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകളെല്ലാം വളരെ ഗൗരവതരമായിരിക്കുന്ന പഠനമാണെന്നല്ലോ. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ 1934 ഈ മാധവൻ ഞങ്ങൾ ഈ പറയുന്ന ഹിന്ദു മതത്തിനകത്തില്ല, ഞങ്ങൾ സ്വതന്ത്ര സമുദായമായി നിൽക്കുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. ഈ നിൽക്കുന്ന ഈഴവന്മാരുടെ തീയന്മാരുടെ ഒരു സംഭവത്തിന്റെ ഭാഗമായി വരുമ്പോൾ 1934 കഴിഞ്ഞ് 1936 ഡോക്ടർ BR അംബേദ്കർ എനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന വർക്ക് എഴുതുന്നത്. എനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി നിർമ്മാർജ്ജനം, ജാതി ഉന്മൂലനം എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും എന്ത് വരിക എന്ന് പറയുന്നത് 34 കഴിഞ്ഞ് 39 പിണറായിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ രൂപീകരണ സമ്മേളനം നടക്കുക. നോക്കൂ നിങ്ങൾ, 1934 മുതൽ 39 വരെയുള്ള ചരിത്ര കാലയളവിനകത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന് ഒരു വലിയ വളർച്ചയുണ്ട്. ഈ വലിയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഭാഗമായി തന്നെയാണ്, അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് കേരളത്തിൽ എന്ത് പോകുന്നത്, യുക്തിവാദ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. സഹോദരൻ അയ്യപ്പൻ, അതോടൊപ്പം തന്നെ എം ഒ ജോസഫ്, കുറ്റിപ്പട കൃഷ്ണപിള്ള, പിന്നെ ഇങ്ങനെ വരുന്ന ഒരുപാട് മഹാരഥന്മാരായിരിക്കുന്ന ആളുകൾ, സി അച്യുതമേനോൻ പിന്നെ പക്ക കമ്മ്യൂണിസ്റ്റ്, ഇങ്ങനെ വന്നിരിക്കുന്ന ഒട്ടനവധി ആളുകൾ ഈ പറയുന്ന എന്താ പറയാ യുക്തിവാദി പ്രസ്ഥാനത്തിന് അത് മാർക്സുമായിട്ട് ബന്ധമുള്ള സാധനമാണ് അവതരിപ്പിക്കുമ്പോൾ അതിനെ സമ്പൂർണ്ണമായിട്ട് എതിർത്തിരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ അത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അതിനെ എതിർക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു ന്യായം എന്താണെന്ന് പറഞ്ഞാൽ, യുക്തിവാദി പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് യാന്ത്രിക ഭൗതികവാദമാണ്. ഇപ്പോൾ യാന്ത്രിക ഭൗതികവാദമായതുകൊണ്ട് ഈ ഭൗതികവാദത്തിന് നമുക്ക് അങ്ങനെ അതിന് പിന്തുണക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് യുക്തിവാദി പ്രസ്ഥാനത്തെ പിറകിൽ നിന്ന് കുത്തിപ്പരിക്കേൽപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ അതിന്റെ ഓജസ്സിനെ ചോർത്തി കളയുന്നതിൽ നിർണായക പങ്കുവച്ച ആളും കൂടിയായിരുന്നു പിന്നെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ യുക്തിവാദി പ്രസ്ഥാന നേതാവായിരിക്കുന്ന കലാനാഥൻ, കോഴിക്കോട് പിന്നെ നമ്മുടെ ഇതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കലാനാഥൻ, ആ കലാനാഥനെ പാർട്ടിയിൽ നിന്ന് CPIM നിന്ന് പുറത്താക്കിയത് ആരാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്നെയാണ്. ഇതിവിടെ വരുന്ന ഒരു ചിത്രം എന്താണെന്ന് പറഞ്ഞാൽ, വളരെ കൃത്യമായി സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വേണ്ടുന്ന ഒരു നിലപാട് തറയൊരുക്കി കൊടുക്കുക എന്ന ബോധപൂർവമായ ശ്രമത്തിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായാണ് വാസ്തവത്തിൽ ഈ അയ്യപ്പ പിന്നെ സംഘം എന്ന് പറയുന്ന ഈ സംഗതി ഇവർ നടത്തുന്നത്. നമ്മൾ തിരിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതെല്ലാം ഇങ്ങനെ ഒരു സംഗതികൾ നടത്തി വരുമ്പോൾ ഇത്തരം ഒരു രീതി സത്യത്തിൽ ഇത് കിട്ടിയത് ഇവിടുന്നാണ്. വാസ്തവത്തിൽ ഈ മുഖ്യമന്ത്രിക്കും ഈ പറഞ്ഞ പാർട്ടി സെക്രട്ടറിക്കും അല്ലെങ്കിൽ ഈ ലീഡർഷിപ്പ് ഇത് കിട്ടുന്നത് ഇവിടുന്നാണ്. സംഘപരിവാറിന്റെ ലീഡർഷിപ്പിൽ നിന്ന് അല്ല എങ്കിൽ പിന്നെ അടുത്ത സുരേഷ് ഗോപിയുടെ അടുത്ത് കിട്ടിയതാണോ, ഇവർക്ക് ഇത് കിട്ടിയതാണോ? നമുക്ക് സ്വാഭാവികമായി ചോദിക്കാവുന്നതാണ്. അപ്പൊ സംഗതി എന്താണ്, നാട്ടുകാരെ മുഴുവൻ തന്നെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാവുക. ഇതിന്റെ ഭാഗമായി തീരാൻ ഇവർ പറയുന്ന സംഭവം എന്താണ്, ഞങ്ങൾ ആഗോള തലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ന്യൂനപക്ഷ സംഘവും നടത്തുന്നു. ഈ രണ്ട് സംഘത്തിനപ്പുറത്ത് പുറന്തള്ളപ്പെട്ടു വരുന്ന ഒരു വലിയൊരു ജനതയിലോ ഈ ഇന്ത്യയിലും ഈ കേരളത്തിലുമില്ലേ, അത് കേരളത്തിലെ ദളിതന്മാരാണ്, ഇന്ത്യയിലെ ദളിതന്മാരാണ്. ഇന്ത്യയിലെ ദളിത് മഹാസംഗമം നടത്താൻ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് ഈ പറഞ്ഞ പാർട്ടി സെക്രട്ടറി തയ്യാറാവുമോ? എന്തേ അവരെ തയ്യാറാവാത്തത്? ഇവിടെയാണ് ഇവർ എടുക്കുന്ന നിലപാടുകൾ മുഴുവൻ എന്താണ്, സവർണബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഏകീകൃത ഹിന്ദു എന്ന സംഭവത്തിനകത്ത് നിന്ന് ആരെ പുറത്താക്കുകയാണ്? ഈ പറയുന്ന ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളെ പുറന്തള്ളുകയാണ്. ഈ ദളിത് ജനവിഭാഗങ്ങളെ പുറന്തള്ളിയിട്ട് സവർണന്റെ പട്ടികയിലേക്ക്, സവർണന്റെ ഗണത്തിലേക്ക്, അതായത് ഈ പിന്നെ SNDP യോഗത്തിന്റെ സെക്രട്ടറിയായി പണിയെടുത്ത് ദീർഘകാല സെക്രട്ടറിയായി പണിയെടുത്തിരിക്കുന്ന ഈ മാധവൻ ഉൾപ്പെടെയുള്ള സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നാരായണ ഗുരു, ഇതുപോലുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന മുഴുവൻ സംഭവത്തെയും ചാവിട്ടി അരച്ച് അപമാനിച്ചിട്ട് അവരെന്ത് ചെയ്യാന്നറിയോ? ഇതുപോലെ സവർണ രാഷ്ട്രീയത്തിന്റെ ആരയിലേക്ക് കൊണ്ടുപോയി കെട്ടിക്കൊടുക്കാൻ മുഖ്യമന്ത്രി വിളക്ക് കത്തിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. എന്താണെന്നറിയോ? അടുത്ത പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ചെയ്യണം, വിളക്ക് കൊളുത്തിയിട്ട് പാർട്ടിയുടെ സമ്മേളനങ്ങൾ ഇയാൾ ഉദ്ഘാടനം ചെയ്യണം. നാണം ഉളുപ്പുണ്ട് ഇയാൾക്ക്. അയാൾ പറയുന്നത് എന്താണ്, അയ്യപ്പന്മാരുടെ ക്ഷേമം. ഏത് അയ്യപ്പന്റെ ക്ഷേമമാണോ? ഏതയ്യപ്പൻ നിങ്ങളോട് പറഞ്ഞ അയ്യപ്പന്മാർ നിങ്ങൾ പിന്നെ ക്ഷേമ പരിപാടികൾ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെയെല്ലാമാണ് നമ്മുടെ പിന്നെ പാഠ്യം സന്ദേശം എന്ന് പറഞ്ഞ സിനിമയില്ലേ, ആ സന്ദേശം എന്ന സിനിമയിലെ ശങ്കരാടി അവതരിപ്പിച്ച കഥാപാത്രവും അതോടൊപ്പം തന്നെ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ, ഈ കഥാപാത്രങ്ങൾ കാലത്തിന് മുമ്പ് എത്ര ഗംഭീരമായി സഞ്ചരിച്ചവരാണ് അവർ. ഈ സഞ്ചരിച്ച സംഭവത്തിന് അകത്ത് നിന്നുകൊണ്ടാണ് വാസ്തവത്തിൽ എന്തെങ്കിലും ചർച്ച ചെയ്തിരുന്നെങ്കിലും അറിയാം, കേരളത്തിന് ആ അർത്ഥത്തിലെങ്കിലും വാസ്തവത്തിൽ ഒരു ചെറിയ തോതിൽ ഉണ്ടായിരിക്കുന്ന ഗുണമുണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. അവിടെ യഥാർത്ഥത്തിൽ ഈ സംഗതി എന്താന്ന് പറഞ്ഞാൽ, എന്താ പറയുക, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായി നശിപ്പിക്കുക. ഈ നശിപ്പിക്കുന്ന സാമമായിട്ട് ഈ CPM ലീഡർഷിപ്പ് ഒന്ന് ആലോചിക്കേണ്ടതാണ്. വാസ്തവത്തില് പിന്നെ നേപ്പാളിൽ നടന്നിരിക്കുന്ന സമരം ആ സമരത്തിന്റെ ലക്ഷണങ്ങൾ കേരളത്തിൽ നാളെ വലിയ തോതിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ അത് തടുക്കാൻ ഇവർക്കാർക്കും സാധ്യമാവാത്ത ഒരു ചിത്രവും കൂടി പിന്നെ ഇതിനകത്ത് രൂപം കൊള്ളും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു പിന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയം കാണുന്ന പറഞ്ഞാൽ, ഈ കേരളത്തിലെ നവോത്ഥാനത്തെ വളരെ ഗൗരവതരമായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെയാണ്
ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന അറിവിന്തിരിപ്പനായിരിക്കുന്നത്. അതായത് പുരോഗതി എന്ന് പറയുന്ന സംഭവത്തെ, സാമൂഹ്യ പുരോഗതി എന്ന് പറയുന്ന സംഭവത്തെ, ബുദ്ധിപരമായിരിക്കുന്ന വളർച്ച എന്ന് പറയുന്ന സംഭവത്തെ പാടെ നിരാകരിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് പുറകിലുണ്ടായിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുടെയും ഭാഗമായി വരാവുന്ന ആചാരാനുഷ്ഠാനങ്ങൾ നടപ്പിലാക്കണമെന്ന് പറയുന്ന സംഭവത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളും മാറുമ്പോൾ ഇവരൊക്കെ ആരോടോ പാർട്ടിയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് മെമ്പർഷിപ്പ് കൊടുത്തത് ഇവല്ലോ. ആരാണ് ഇവരുടെ മെമ്പർഷിപ്പ് കൊടുത്തത്? എന്തിനാണ് വാസരി ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്തവര്? എന്തിനാണ് ഇവർ ഇങ്ങനെ പറ്റിക്കുന്നത്? ഇങ്ങനെ പറ്റിക്കുന്നത് ഒറ്റ സംഭവം മാത്രമാണ്. എന്താ സംഭവം? ഭൂരിപക്ഷമായിരിക്കുന്ന സമുദായത്തിന്റെ വോട്ട് പൂർണ്ണമായി വാങ്ങുകയും അങ്ങനെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് വാങ്ങി സ്വാഭാവികമായിട്ട് എന്ത് വേണം, വീണ്ടും അധികാരത്തിലെത്തണമെന്ന് പറയുന്ന ഒരു താല്പര്യത്തിന്റെ മാത്രമാണ്. അതായത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന അതിന്റെ ഒരു അടിസ്ഥാനം. ഞാനത് വേറൊരു രീതിയിൽ നിങ്ങളൊന്ന് കാണിച്ചു നോക്ക്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കത്തിരിക്കുന്ന ആളുകൾ, അത് CPI-യിലാവട്ടെ, CPM-ലാവട്ടെ, വിവിധങ്ങളായിരിക്കുന്ന നക്സലൈറ്റ് ഗ്രൂപ്പുകളിലാവട്ടെ, അതെല്ലാമാവട്ടെ, അവരെല്ലാം ആയാൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളെല്ലാം തന്നെ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരം ഇതിന്റെ പിറകെ സഞ്ചരിക്കുന്നവരല്ല, ഒരിക്കലും അല്ല. ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതാനുഭവത്തിലൂടെ, സമരങ്ങളിലൂടെ അവർ അനുഭവിച്ചു വളർന്നു വന്നിട്ടുള്ള ഒരു വലിയ സത്യമാണ്, സാമൂഹ്യവും രാഷ്ട്രീയവുമായിരിക്കുന്ന സത്യമാണ്. ആ സത്യമാണ് വാസ്തവത്തിൽ മാർക്സിയം ടെയിലേഴ്സിന്റെ ചരിത്രപരമായിരിക്കുന്ന അതിന്റെ വളർച്ച എന്ന് പറഞ്ഞ ഒരു വളരെ സുപ്രധാനമായിരിക്കുന്ന ഘടകമാണ്. ഈ ചരിത്രപരമായിരിക്കുന്ന വളർച്ചയെ പാടെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന എന്താ പറയാ, ഒരു രാഷ്ട്രീയ ധാര. ആ രാഷ്ട്രീയ ധാരക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ, അയാൾ അതിന് പിന്തുണ കൊടുക്കുന്നു പറയുന്ന അർത്ഥം എന്താണ്? അത് പാർട്ടി ആലോചിച്ച് ചെയ്യുന്നു എന്നാണ്. ഒരു മറുഭാഗത്ത് പറയുന്ന ന്യായമോ, സർക്കാർ അല്ല ചെയ്യുന്നത്, ഇയാൾ പാർട്ടി പിന്തുണ കൊടുക്കുകയാണ്. അത് മറുഭാഗത്ത് ദേവസ്വമാണ് ചെയ്യുന്നത്. ദേവസ്വം ചെയ്യുന്നതിന് സർക്കാർ എന്താ കാര്യം? എന്തിനാണ് സർക്കാർ താല്പര്യപ്പെട്ട കാര്യത്തിൽ ബോർഡ് നടത്തിയിട്ടൊക്കെ പോയിക്കൊള്ളൂലേ? അപ്പൊ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായും സമ്പൂർണ്ണമായ അർത്ഥത്തിൽ നാട്ടുകാരെ പറ്റിക്കാനുള്ള എന്താ പറയാ, വളരെ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതിനകത്ത് ന്യായമായും ഞാൻ സംശയിക്കാവുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ അയ്യപ്പ സംഘത്തിന്റെ ഈ സംഭവം നടത്തുന്നതിനും മലബാറുകാരനായിരിക്കുന്ന ആളും കൂടിയാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി, മലബാറുകാരനായിരിക്കുന്ന ആളും കൂടിയാണല്ലോ ഈ പറഞ്ഞ ഗോവിന്ദൻ. ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ എന്താ പറയാ അഖില കേരള അഖില ലോക ഈ മുത്തപ്പ സംഘത്തിന്റെ വിശ്വാസികളുടെ ഒരു സമ്മേളനം ഇവർക്ക് എന്താ വിളിച്ചു കൊടുത്തത്? എന്താ ഇവർ വിളിക്കാത്തത്? ഇതെല്ലാം പറയുമ്പോൾ വരുന്നത് ഇതിന്റെ കൗണ്ടറായിട്ട് പറയാനല്ല ഞാൻ പറയുന്നത്. അല്ല, മറിച്ച് എന്താണെന്ന് പറഞ്ഞാല് ഇതിനെല്ലാം അകത്ത് തന്നെ വളരെ കൃത്യമായിരിക്കും സവർണ രാഷ്ട്രീയത്തിൻ്റെതായിരിക്കുന്ന സ്വാധീനം ഇതിനകത്ത് വളരെ കൃത്യമായി നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെ തീരുന്നതിന്റെ പിറകിലുള്ള ഘടകം എന്തായിരിക്കുമെന്ന് ന്യായമായി നമുക്ക് സംശയിക്കാവുന്നുണ്ട്. ഇവർക്കെല്ലാം തന്നെ ഈ ജ്യോതിഷങ്ങളോട് ഇപ്പൊ വലിയ തോതിലുണ്ടാക്കുന്ന താതാത്മ്യം പ്രാപിക്കുന്നവരാണ്. ഇപ്പൊ നേരത്തെ പത്രങ്ങളിലെല്ലാം വന്നതാണ് ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആൾ ഒരു ജ്യോതിഷനുമായിട്ടുള്ള ബന്ധം. അപ്പോൾ അത് ഞാനങ്ങനെ അയാൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് കാണാൻ പോയതാണെന്ന് സംഭവം വരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ വരുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഇത്തരം ഒരു സംഗമം നടത്താൻ ഇവരെ പ്രേരിപ്പിക്കുന്നതിന്റെ പിറകിൽ ഇവരെ നയിക്കുന്ന ചില ഭയങ്കര വിഷയങ്ങളുണ്ട് ഇപ്പോഴും. കാരണം പണം പ്രളയം പോലെ പെരുകി വരികയും നാളെ ഇത് സൂക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കോടതി വ്യവഹാരമോ മറ്റ് അന്വേഷണങ്ങളോ വന്നേക്കുമോ എന്നുള്ള, അതായത് ഇന്ന് കിട്ടുന്ന സുരക്ഷ നാളെ കിട്ടാതിരിക്കുന്ന അവസ്ഥ വരികയാണ് എങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം എന്ത് എന്ന് പറയാവുന്ന സ്വാഭാവികമായിരിക്കുന്ന ഒരു ഭീതിയുണ്ട്. അതായത് ഉള്ളുറപ്പില്ലാത്തവന്റെ ഉത്കണ്ഠയിൽ നിന്ന് വരുന്നതാവുന്ന ഒരുതരം ഉൾഭയം. ആ ഉൾഭയം പരിഹരിക്കാനുള്ള പൊളിറ്റിക്സിന്റെ ഭാഗവുമായിട്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ ആര് വരുന്നത്, കാരണഭൂതനായി ഇവിടെ ഒരു ജ്യോതിഷി പ്രതിഷ്ഠപ്പെടുന്നത്. അങ്ങനെ കാരണഭൂതനായിരിക്കുന്ന ഒരു ജ്യോതിഷിയുടെ അല്ലെങ്കിൽ ജ്യോതിഷന്റെ നിർദ്ദേശപ്രകാരമാണോ ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിനകത്ത് CPM-ന്റെ ലീഡർമാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ഈ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് കടന്നു കയറിയിട്ടുള്ളത് എന്നും കൂടി ന്യായമായി സംശയിക്കാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം കൂടി ആകുമ്പോൾ വരുന്ന ചിത്രം എന്താണ്? ശരിക്ക് കേരളം എത്രമാത്രം പിറകോട്ടേക്ക് പോകാനുണ്ടോ അത്രമാത്രം പിറകോട്ടേക്ക് പോകാനുള്ള ഒരു വലിയ സാധ്യതയെ കേരളത്തിനകത്തേക്ക് വാസ്തവത്തിൽ കൊണ്ടുവന്നു കൊടുക്കുകയാണ് വാസ്തവത്തിൽ ഈ CPM-ന്റെ പാർട്ടി സെക്രട്ടറിയും ഇക്കാര്യത്തിന്റെ മുഖ്യമന്ത്രി കുറിച്ചത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെക്കുന്ന ഒരു നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് നടക്കുന്ന സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിലവിളക്ക് കൊളുത്തിയിട്ട് പാർട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഒരു ചിത്രം ഉണ്ടായി കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇവരുടെ രാഷ്ട്രീയ ദൗത്യം അത് സമ്പൂർണ്ണമാവുകയും അതുവഴി സംഘപരിവാറിന് എല്ലാ അർത്ഥത്തിലും ഉണ്ടായിരിക്കുന്ന രാജപാത ഒരുക്കി കൊടുക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് സത്യത്തിൽ ഈ പറയുന്ന ഇടപാടും തോന്നുന്നത്. അങ്ങനെയാണ് അയ്യപ്പദാസൻ എനിക്ക് തോന്നുന്നത്.